അക്കൗണ്ട്സിലെ ജോബ് നോക്കുന്നവരാണെങ്കിൽ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകണം, എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും യു എയിലോട്ടൊക്കെ ജോബ് നോക്കുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ കൂടുതലായിട്ട് യൂസ്ഫുള്ളാവും. അതുപോലെ തന്നെ യു എയിലെ എക്സ്പീരിയൻസ് വേണ്ടി മാത്രം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് പിന്നെ ബെറ്റർ കമ്പനിയിലോട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ കുറച്ചുകൂടി യൂസ്ഫുള്ളാവും കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ജോബ് നോക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അക്കൗണ്ട്സിലൊക്കെ പുതിയ ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ബേസിക് ആയിട്ടുള്ള എന്നോട് ചോദിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസുമാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ വർക്ക് ചെയ്തത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സെൻറ്റൻസ് പോലെ പറയുക. നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. നമുക്ക് എന്തൊക്കെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ടേംസ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ടേംസിൽ വരുന്നത് അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ഫിക്സ്ഡ് അസറ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസറ്റ്, നോൺ കറണ്ട് ലയബിലിറ്റി, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കി വെക്കുക, ബാലൻസ് ഷീറ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജേണൽ എൻട്രീൻ്റെ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂവിനും ചോദിക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ പ്രീപെയ്ഡും ഔട്ട്സ്റ്റാൻഡിങ്ങും അക്രൂഡും ക്രെഡിറ്റ് കാർഡിൻ്റെയും ക്രെഡിറ്റ് പർച്ചേസിൻ്റെയും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ തന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ബാങ്ക് റീകൺസിലേഷൻ ചോദിക്കും. പിന്നെ അവിടെ നിന്ന് ചിലപ്പം എനിക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു ബാങ്ക് റീകൺസിലേഷൻ്റെ ഒത്തിരി ട്രാൻസ്ഫർ ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് എമൗണ്ടും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മേ ബി എല്ലാവരും ചോദിക്കണമെന്നില്ല, ചിലപ്പം ചോദിച്ചെന്ന് വരാം. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്ത് കൊടുത്തു. പിന്നെ വാറ്റ് ഫയലിൻ്റെ ചോദിക്കും. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കമ്പനിയിൽ വേറെ സപ്ലൈസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. അതും നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അതും ക്ലിയർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ 2-3 ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് എന്നോട് മെയിനായിട്ട് ചോദിച്ചത് KYC റിപ്പോർട്ടിങ് ചോദിച്ചു. പിന്നെ ദുബായ് ട്രേഡൊക്കെ ചെയ്യാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചു ജസ്റ്റ്. അപ്പോൾ എനിക്ക് ആദ്യം ഇതൊന്നും അറിയില്ലെങ്കിലും പിന്നീട് ഞാൻ ഇവിടെ എക്സ്പീരിയൻസ് ആക്കി വേറെ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് കേട്ടോ. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. അറിയില്ലെങ്കിൽ അറിയില്ല, അതിൻ്റെ ട്രെയിനിങ് തന്നാൽ മതി, പഠിച്ചോളാം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ എങ്കിലും സ്മാർട്ടായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.